കായില്ല, കാറ്റുകൾ കായില്ല, കാളുകൾ കായില്ല, ഇപ്പൊ ക ആളെന്നുള്ള ആരോ അതാണ് കാളി. അത് നമുക്ക് അറിവ് നടത്തുന്നുണ്ടല്ലോ. ക ആളെന്നവൾ ആരോ അതാണ് കാളി. നമ്മൾ പിന്നെ പതിനെട്ട് കൈയും മറ്റേ കൈയും എൻ്റെ പോലെ ഒന്നും എഴുതിയില്ല. അഗ്നിയാണ്, അഗ്നിയുടെ ബിംബമാണ്, പഞ്ചഭൂതങ്ങളില്ലേ, അഗ്നി ഒരു സാധനമില്ലേ, അതിൻ്റെ പ്രതീകമാണ് അതൊക്കെ ഇടയ്ക്കാ വന്ന് പറഞ്ഞത്. ശക്തിയെന്നർത്ഥം നമ്മുടെ പ്രാകൃതമാണ്. കാളി അവസാനം വന്ന ശിവൻ കൊണ്ടുവന്നതാണ്, ശൈവക്കാർ കൊണ്ടുവന്ന് വിചാരിച്ചതാണ് കാളിയെയും ദാരികനെയും ഒക്കെ കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയോ? സാധാരണക്കാരൻ്റെ ഒരു സാമാനം ഗംഭീരമായ സാധനങ്ങളുണ്ട്, ആ സാധനത്തെ എങ്ങനെ അടിച്ചു മാറ്റാം. പിന്നെ ഐതിഹ്യമുണ്ട്, നമ്മൾ പറയാവുന്ന ഐതിഹ്യം അതാണ്. ഇവിടെ പടലിനെ അറിഞ്ഞു കീറുക, തകർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ആ സാധനത്തെ അത് സന്ദേശവാസികളുടെയാണ്, നമ്മുടെ ആയിട്ട് എങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്കിപ്പോൾ പാർവതിയെ കല്യാണം കഴിച്ചു, ശിവൻ തന്നെ കല്യാണം കഴിച്ചു ഇല്ലേ, ലക്ഷ്മിയെ കൃഷ്ണവിടെ കൊണ്ടുപോയി, പുറത്ത് കൊണ്ടുപോയി, താഴെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടാവും. ഇപ്പം എന്താക്കി? മകളാക്കി, കഥയാക്കി, കണ്ണിലാക്കിൻ്റെ കൂടെ തിരിച്ചു നിന്ന് മകളായിട്ട് യുദ്ധം. താരീനും കാലും അസുരന്മാരും പെണ്ണും തമ്മിൽ എത്രയോ യുദ്ധം നടന്നിരിക്കുന്നു ഇവിടെ. ഇത് കണ്ടില്ലേ, എത്ര യുദ്ധമാണ്, അതിലൊന്നുമില്ലാത്തൊരു സംഭവം അതിനകത്തുണ്ട്. എന്താ അസുരങ്ങൾ യുദ്ധം ചെയ്യുന്നെങ്കിൽ എന്തിനാണ്? സുരക്ഷ നഷ്ടപ്പെട്ടിട്ടാണ്, രക്ഷിക്കാൻ, ജനത്തെ രക്ഷിക്കാനാണ്. ആ യുദ്ധത്തിൽ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാവുന്നവർ നമ്മൾ ഇരിക്കേണ്ടതാണ്. തെറ്റിച്ചത് രക്ഷകനായുള്ള സ്ഥലം തട്ടിയില്ലേ, പിന്നെ പ്രശ്നം തീർന്നില്ലേ, പിന്നെ ഇപ്പം നോക്കേണ്ട കാര്യമില്ല. അതിന് അങ്ങനെ പല പെണ്ണുങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്, നമ്മുടെ വരാമുണ്ട്. അല്ല, അവിടെ എങ്ങുമില്ലാത്ത സാധനമാണ് ഇത്. കയറെ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ശാന്തിയാകുമല്ല ഇല്ലേ, അത് വളരെ അപൂർവമായ സാധനമാണ്. ഇതിൽ അയാളെ തട്ടി